ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മെയ് 1 ലോകം മുഴുവനും തൊഴിലാളി ദിനമായി ആഘോഷിക്കുന്ന ദിവസം. എന്നാൽ ക്രൈസ്തവ ലോകത്തിന് ഇന്ന് ഒരു പ്രത്യേക ആത്മീയ അർത്ഥമുണ്ട്. 1555 പോപ്പ് പിയൂസ് 12 ഈ ദിനത്തെ തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പിന്റെ തിരുനാളായി പ്രഖ്യാപിച്ചു. ഇതൊരു സാധാരണ ദിനമല്ല, തൊഴിലിന് മഹത്വം ഓർപ്പിക്കുന്ന വിശുദ്ധ ദിനമാണ്. ഇയാൾ ആ തച്ചന്റെ മകനല്ലേ? അതെ. സെയിന്റ് ജോസഫ് ഒരു സാധാരണ മരപ്പണിക്കാരനായിരുന്നു. യേശുവും 30 വയസ്സ് വരെ തൻ്റെ പിതാവിനൊപ്പം കഠിനാധ്വാനം ചെയ്തു. ഇതിലൂടെ നമ്മൾ എന്താണ് പഠിക്കുന്നത്? ഓരോ തൊഴിലും വിശുദ്ധമാണ്. പ്രയത്നിക്കുന്ന ഓരോരുത്തരും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. ഇന്നത്തെ ലോകത്ത് പലപ്പോഴും തൊഴിലാളികൾ ആത്മീയതയിൽ നിന്ന് അകന്നു പോകുന്നു. എന്നാൽ ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ജോലി ഒരു വരുമാനം മാത്രമല്ല, അത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു മാർഗമാണ്. വിശുദ്ധ വചനം പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്താലും ദൈവസ്തുതിക്കായി ചെയ്യുക. നിങ്ങൾക്ക് യേശുവിനോട് അടുത്തിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അപ്പോൾ യൗസേപ്പിന്റെ പക്കൽ പോകും. അവൻ നമ്മെ പഠിപ്പിക്കുന്നത് വിനയം, അധ്വാനം, കുടുംബസ്നേഹം, ദൈവവിശ്വാസം എന്നിവയാണ്. നമ്മുടെ ജോലി, നമ്മുടെ ദിനചര്യ, നമ്മുടെ പരിശ്രമം ഇവയെല്ലാം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ജീവിതം വിശുദ്ധമാകുന്നു. തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പെ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ.